ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബയോളജിയിലത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ബയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും എക്സാം പാസ്സാവണം എന്നുള്ള രീതിയിലല്ല പഠിക്കേണ്ടത്. നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ഇതിനിപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഇത് പഠിപ്പിനാണെങ്കിലും അതല്ല നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ഒരു എർത്ത് വിക്ടിംസ് റെസ്ക്യൂഡ്, എർത്ത് ഉണ്ടായി, ഭൂമികൾക്ക് ഉണ്ടായി, വിക്ടിംസ് അതായത് ഇരകളെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്ത് റെസ്ക്യൂഡ് വിക്ടിംസ് ഹു ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ കൊളാപ്സ്ഡ് ബിൽഡിംഗ് ഡ്യൂ ടു എർത്ത് ഇൻ ദ ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് കാഠ്മണ്ഡു, ദ ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ. നേപ്പാളിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭൂമികുലുക്കം ഉണ്ടായിട്ട് ബിൽഡിംഗ് ഒക്കെ തകർന്നു വീണു. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ദ റെസ്ക്യൂ ഓപ്പറേഷൻ വാസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു ഹെവി റെയിൻ ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ലൈറ്റ്. എസ്പെഷ്യലി trained dogs helped to detect the victims and save their lives during the crisis. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. കാരണം അവിടെ നല്ല മഴയുണ്ടായിരുന്നു, അതുമാത്രമല്ല ആവശ്യത്തിനുള്ള ലൈറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നായകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇവരെന്നെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ്? അപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? വൈ ആർ ഡോഗ്സ് മോർ കേപ്പബിൾ ദാൻ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ട്രാക്കിംഗ് ദ ഇൻജുവേർഡ് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്? അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഈ നായ്ക്കൾക്ക് ഇങ്ങനെ സഹായിക്കാനായിട്ട് പറ്റുന്നത്? നമുക്കറിയാൻ പറ്റും, നായ്ക്കൾക്ക് ഘ്രാണശക്തിയോ അങ്ങനെ എന്തോ കൂടുതലുണ്ടെന്ന് പറയില്ലേ? അതായത് ഈ ശ്വസിക്കാനല്ല ഈ സ്മെല്ലൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് വളരെ അധികമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. ദ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻസ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിലും, ഓരോ ജീവനുള്ള വസ്തുക്കളിലും, ഓരോ ജീവജാലങ്ങളിലും റിസപ്റ്റേഴ്സ് വ്യത്യാസമാണ്. അതായത് നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ്, അതായത് ആവേഗങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗൻസ് വ്യത്യാസമാണ് എന്നാണ് പറയുന്നത്. ദ സർഫസ് ഓഫ് എ പോസ്റ്റ് stage stump is enough to arrange all the olfactory cells in the nose of human being. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓൾഫാക്ടറി ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ല് പിടിക്കാനുള്ള, ഈ സെൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു സെൻസേഷൻ എടുക്കാനായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഒരു സ്റ്റാമ്പിൽ, ഒരു പോസ്റ്റ് സ്റ്റാമ്പിൻ്റെ അത്രയ്ക്ക് ഉള്ള ഒരു ഭാഗത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും എങ്കിൽ, ബട്ട് എ ലാർജ് സ്കാർഫ് ഈസ് റിക്വയർഡ് ടു അറേഞ്ച് ദ ഓൾഫാക്ടറി സെൽസ് ഓഫ് എ ഡോഗ്. പക്ഷേ വലിയൊരു സ്കാർഫ് അല്ലെങ്കിൽ വലിയൊരു ഷോളൊക്കെ വേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഈ നായ്ക്കളുടെ ഈ ഓൾഫാക്ടറി സെൽസ് വെക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? മനുഷ്യരിലെ ഉള്ളതിനേക്കാളും ഓൾഫാക്ടറി സെൽസ് ഒരു 1000 മടങ്ങ് കൂടുതലാണ് നമ്മുടെ ഡോഗ്സിലുള്ളത്. Now you might have understood that the number of receptors influence the efficiency of sense organs. There are different types of receptors in our sense organs to receive stimuli. ഒരു സ്റ്റിമുലിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പിലുള്ള സെൻസ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഐ, ഇയർ, ടങ്, സ്കിൻ, നോസ് എന്നിവയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വരുന്നത്. ഓക്കെ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാനായിട്ട്, ഇയർ എന്ന് പറഞ്ഞാൽ കേൾക്കാനായിട്ട്, ടങ്ക് രുചിക്കായിട്ട്, സ്കിന്ന് നമ്മളെ സ്പർശനമൊക്കെ അറിയാനായിട്ട്, നോസ് ഇതുപോലെ തന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് അറിയുന്നതാണ്. ഇത് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പോയം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾഫാക്ടറി, ജസ്റ്റേറ്ററി, പിന്നെ എന്തൊക്കെയായിരുന്നു, ടാക്ടൈൽ ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇമേജസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതേ ഒരു സംഭവം ഇവിടെയും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഐനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഐനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഐ സോക്കറ്റ്, ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലാണ് ഐ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. പിന്നെ എക്സ്റ്റേണൽ ഐ മസിൽസ്, പിന്നെ ഐബ്രോ, ഐ ലാഷസ്, ഐലിഡ് എന്ന് പറഞ്ഞാൽ ഐബ്രോ കണ്ണിൻ്റെ പുരികം, ഐ ലാഷസ് കൺപീലി, ഐലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോള. അപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലെന്താണ്? സെക്രേറ്റ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐ ബോൾ ഫ്രം ബീയിങ് ഡ്രൈ. അപ്പോൾ നമ്മുടെ കണ്ണ് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എപ്പോഴും നനവുള്ളതായിരിക്കും. അത് നനവോടുകൂടി സൂക്ഷിക്കുന്നത് കൺജങ്ക്റ്റൈവയാണ്. ഓക്കെ, പിന്നെ ടിയേഴ്സ്, കണ്ണുനീര്. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ ബോൾ.
ഐബോളിൻ്റെ പുറത്തെ ഭാഗത്തിനെ ക്ലീൻ ആക്കുന്നതും നനവുള്ളതാക്കി നിർത്തുന്നതൊക്കെ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ആക്കി നിർത്തുന്നതൊക്കെ നമ്മുടെ ടിയേഴ്സാണ്. ഇതിലടങ്ങിയിട്ടുള്ള ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ കണ്ണിലേക്ക് വരുന്ന അണുക്കളിനെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു എൻസൈമാണ് ലൈസോസൈം, കണ്ണിലുള്ളതാണ്. ഓക്കെ, ഹൗ ഫാർ ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഐ അഡാപ്റ്റഡ് ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ? Observe figure 2.1 and illustration 2.1. On the basis of the indicators, write your inference in the science diary. അപ്പോൾ നമ്മൾ ചിത്രം നോക്കിയേ, നമ്മുടെ കണ്ണിൻ്റെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൺജങ്ക്റ്റൈവ, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, ബ്ലൈൻഡ് സ്പോട്ട്. ഇത്തരത്തിലുള്ള ഭാഗങ്ങളാണ് 2.1 സ്ട്രക്ചർ ഓഫ് ദി ഐ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സ്ട്രക്ചറിനെ തന്നെ നമുക്ക് ലെയേഴ്സ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞിട്ട് 3 ലെയറായിട്ട് തരംതിരിക്കാൻ പറ്റും. കണ്ണിൻ്റെ പാളികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ വരുന്നതാണ് സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്ക്ലീറയിൽ വരുന്നതാണ്, സ്ക്ലീറ എന്താണെന്ന് പറയുന്നുണ്ട്, ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ. കണ്ണിന് ഒരു കട്ടിയുള്ള ഒരു നൽകുന്നൊരു വെള്ളനിറമാണത്. വെള്ളനിറമുള്ള ഒരു കട്ടിയുള്ള ഭാഗമാണത്. മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. യോജക കലകൾ കൊണ്ടാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ടിഷ്യൂസൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട്, യോജക കല പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. ഓക്കെ, യോജകല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൈയൊക്കെ മുറിഞ്ഞു തിരിച്ചോ, ഒരു എക്സാമ്പിളാണ്. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് വേറെ കലകൾ കൊണ്ട് പുനർനിർമ്മിക്കപ്പെടും. ആ ഒരു ഭാഗം, സ്കിന്നിൻ്റെ ഭാഗം വീണ്ടും തൊലിയൊക്കെ കൂടിച്ചേർന്ന് വരും. അപ്പോൾ അത് സാധാരണ ഉണ്ടാക്കുന്നത് യോജക കലകൾ വെച്ചിട്ടാണ്, കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സ്ക്ലീറ ആയിരുന്നു. സ്ക്ലീറയുടെ ഭാഗങ്ങളാണ് കോർണിയ, പിന്നെ കൺജങ്ക്റ്റൈവ. കോർണിയ എന്ന് പറയുന്നത് ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. ഓക്കെ, ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. സ്ക്ലീറയുടെ പുറത്തേക്ക് തള്ളിയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണുന്നത് സുതാര്യമായിട്ടുള്ളതെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ണാടി അതാര്യമാണ്. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ സുതാര്യമാണ്, ട്രാൻസ്പാരൻ്റ് ആണ്. ഓക്കെ, ട്രാൻസ്പാരൻ്റ് ഓപ്പോസിറ്റ് വരുന്നതാണ് ഒപ്പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റും. ഇതിനാണ് ട്രാൻസ്പാരൻ്റ് എന്ന് പറയുന്നത്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ അതാര്യം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. റെറ്റിനയിലേക്ക് പ്രകാശരശ്മികളെ കടത്തിവിടുന്നത് കോർണിയ വഴിയാണ്. അടുത്ത് പറഞ്ഞ കൺജങ്ക്റ്റൈവ, നമ്മൾ നേരത്തെ പറഞ്ഞു, ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് സ്ക്ലീറ എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയ ഒഴികെയുള്ള മറ്റുള്ള കണ്ണിൻ്റെ ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സ്ക്ലീറയുടെ ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൺജങ്ക്റ്റൈവയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് കൊറോയിഡ് ആണ്. കൊറോയിഡ് എന്ന് പറയുന്നത് ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. ഒരുപാട് ബ്ലഡ് വെസൽസ് അടങ്ങിയിട്ടുള്ള മിഡിൽ ലെയറാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സിലിയറി മസിൽസ്. ഓക്കെ, ഇത്തരം ഭാഗങ്ങളാണ് അതിലുള്ളത്. 4 ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഐറിസ്. ദ പാർട്ട് ഓഫ് ദ കൊറോയിഡ്. കൊറോയിഡിൻ്റെ ഒരു ഭാഗമാണ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയ്ക്ക് പിറകിലായിട്ടാണ് കാണപ്പെടുന്നത്. പ്രസൻസ് ഓഫ് ദ പിഗ്മെൻറ്റ് മെലാനിൻ ഗീവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ. മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ഇതിന് കറുപ്പ് നിറം നൽകുന്നത്. ഐറിസിന് കറുപ്പ് നിറം നൽകുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെലാനിൻ, നമ്മൾ കറുത്തതും വെളുത്തതൊക്കെ ആൾക്കാരുണ്ടാവില്ല. കാരണം മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ആണ്. മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ആളുകൾ കറുക്കാനും അതുപോലെ തന്നെ മെലനിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ആളുകൾ വെളുക്കാനുമായിട്ടുള്ള കാരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കറുക്കും എന്ന് പറയുന്നത് എന്താണ്? വെയിൽ കൊള്ളുന്ന സമയത്ത് മെലനിൻ്റെ ഉൽപ്പാദനം കൂടും, അങ്ങനെയാണ് ആളുകൾ കറുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെളുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെലനിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് വെളുക്കുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അത് എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ അല്ല, പക്ഷേ ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ മെലാനിൻ്റെ ഉൽപ്പാദനം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മെലാനിൻ ഉള്ളത് കൊണ്ടാണ് കണ്ണിന് കറുപ്പ് നിറം വരുന്നത്. അപ്പോൾ ഈ ചില ആളുകളിൽ മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വേരിയേഷൻ വഴി എന്തുണ്ടാവും, ചിലർക്ക് പല തരത്തിലുള്ള, അതിൽ കറുപ്പ് മാറിയിട്ട് ചിലപ്പോൾ പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള വ്യത്യാസമുള്ള ഐറിസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് പറയുന്നത് പ്യൂപ്പിലാണ്. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ center of the iris. Okay, the size of this aperture increases and decreases depending on the intensity of light. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് ഇത് കണ്ണിലേക്ക് പ്രകാശം കടത്തിവിടുന്ന ഒരു അപ്പർച്ചറാണ്. അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു
കടത്തിവിടുന്നൊരു ഭാഗമാണ്. അപ്പർച്ചർ നമ്മൾ ക്യാമറയ്ക്കൊക്കെ അപ്പർച്ചർ ഉണ്ടെന്ന് പറയില്ലേ, അത് ഓപ്പണിംഗ് ആയിട്ടുള്ള പ്രകാശം കടത്തിവിടുന്നൊരു ഭാഗമാണ്. അത് പ്രകാശത്തിൻ്റെ എത്രത്തോളം ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പർച്ചർ ഇൻക്രീസ് ആവുകയും ഡിക്രീസ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കണ്ണാടി എടുത്ത് നോക്കുക, നമ്മുടെ മുഖം നോക്കുക. മുഖം നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നോക്കുന്നത് കണ്ണിലേക്ക് നോക്കുക. കണ്ണിൻ്റെ പ്യൂപ്പിൽ ഉണ്ടല്ലോ, ആ കറുത്ത ഒരു ഹോള് പോലെ കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണാടി ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ പ്യൂപ്പിൾ വളരെ ചുങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ല നമുക്ക് കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു കണ്ണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ വികസിച്ചതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷമാണ് ഡോക്ടർമാർ ഇത് പരിശോധിക്കുന്നത്. കാരണം ഈ പ്യൂപ്പിൽ എപ്പോഴും തുറന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആ ഒരു മെഡിസിൻ ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 24 hours സമയത്തിന്, ഒരു 24 മണിക്കൂറൊന്നുമില്ല, ഏകദേശം മാക്സിമം ഒരു 24 hours നമുക്ക് കാഴ്ച ഒരു ഇത്തിരി മങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, കാരണം ഡോക്ടേഴ്സിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോർച്ച് അടിക്കുമ്പോൾ പ്യൂപ്പിൽ ചുരുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചുരുങ്ങാതിരിക്കാനായിട്ടാണ് ഈ ഒരു മെഡിസിന് ആദ്യം ഒരു ഐ ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ചെക്കിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ കണ്ണൊക്കെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളെയും കൂടി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കണ്ണ് കാണില്ല. അപ്പോൾ നിങ്ങൾ ബസ്സിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ബോർഡൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ഡ്രൈവ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഈ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിക്കോഷൻ എടുത്തിട്ടില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാനുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ പറയുന്നത് ലെൻസാണ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റിനെ കാണില്ല, ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ ചുരുങ്ങുകയും വലിയൊക്കെ ചെയ്യും. ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതാണ്. ട്രാൻസ്പാരൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒപ്പാക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ട്രാൻസ്പാരൻ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണുന്നത്, ഇതിനെയാണ് ട്രാൻസ്പാരൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജനാല ഉണ്ടല്ലോ, ജനാലിൻ്റെ ഗ്ലാസ് ചിലത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ചില ജനാലകളുടേത് ഒപ്പാക്ക് ആയിരിക്കും. ചിലത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റും, ചിലത് ഒപ്പാക്ക് ആയിരിക്കും, ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ കണക്റ്റഡ് ടു സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ് അതായത് ത്രെഡ് പോലെയുള്ള, നൂല് പോലെയുള്ള ലിഗമെൻറ്റ്സ് വെച്ചിട്ട് സീലിയറി മസിൽസിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സീലിയറി മസിൽസിനായിട്ട് എന്തിനാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഉണ്ടെങ്കിലേ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുള്ളൂ. അതായത് ഈ പറയുന്ന ലെൻസ് ചുരുങ്ങുകയും, ഇലാസ്റ്റിക് ലെൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അത് ചുരുങ്ങുകയും അതുപോലെ തന്നെ വികസിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മസിൽ വേണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സീലിയറി മസിൽസ് ഉള്ളത് അവിടെ. ഓക്കെ, ഇനി അഗെയിൻ സീലിയറി മസിൽസ് എന്താണെന്ന് പറയുന്നുണ്ട്. സർക്കുലർ മസിൽസ് ആണ് സീൻ അറൗണ്ട് ദ ലെൻസ്. സീൻ ഉണ്ട്, എൻ ഉണ്ട് അവിടെ, പക്ഷേ അതിൽ എൻ കാണുന്നില്ല. സർക്കുലർ മസിൽസ് സീൻ അറൗണ്ട് ദ ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള മസിലാണ്. ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ഓൾട്ടർ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ ക്രമീകരിക്കാനായിട്ട് ഈ മസിലിൻ്റെ കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനുമാണ് സഹായിക്കുന്നത്. പിന്നെ പറയുന്ന റെറ്റിനയാണ്, ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസെപ്റ്റേഴ്സുള്ള പ്രകാശഗ്രാഹികളുള്ള അകത്തെ ഒരു ലെയറാണ് ഈ റെറ്റിന എന്ന് പറയുന്നത്. അതിലത്തെ ഭാഗങ്ങളാണ് യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്. ഓക്കെ, ഫസ്റ്റ് വൺ യെല്ലോ സ്പോട്ട്. ദ പാർട്ട് ഓഫ് ദ റെറ്റിന വേർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. അപ്പോൾ റെറ്റിനയുടെ ഭാഗമാണ് ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. അതായത് നമ്മൾ കാണുന്ന ഒരു പിക്ചറിന് ഏറ്റവും കൂടുതലായിട്ട് വിഷ്വൽ ക്ലാരിറ്റി വരുന്നത് ഈ യെല്ലോ സ്പോട്ടിലാണ്. ഇനി ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ദ പാർട്ട് ഓഫ് ദ റെറ്റിനയുടെ ഭാഗം തന്നെയാണ്, പക്ഷേ ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്, ഇവിടെ നിന്നാണ് ഒപ്റ്റിക് നെർവ്, അതായത് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഒരു ഞരമ്പുണ്ടല്ലോ, ആ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഹെൻസ് ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. ഈ ഭാഗത്ത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് പതിക്കുന്ന കാഴ്ചകൾക്ക് എന്തുണ്ടാവില്ല, അവിടെ വിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ കണ്ണിൽ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നേരെ നോക്കിയിരിക്കുകയെന്നിരിക്കും, നേരെ നോക്കി നിന്നതിന് ശേഷം നമ്മുടെ വിരൽ
ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അത് പതിയെ ഇങ്ങനെ റൈറ്റിലേക്ക് കൊണ്ടുവരിക. സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിരൽ കാണാനായിട്ട് സാധിക്കില്ല. ഇതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഡയറക്റ്റ് കാണിച്ചെന്നാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് ഒപ്റ്റിക് നെർവാണ്. ഒപ്റ്റിക് നെർവ് നമ്മൾ പറഞ്ഞു കണ്ണിൽ നിന്ന് നമ്മുടെ മെസ്സേജസ് തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഒപ്റ്റിക് നെർവ്. ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികളിൽ നിന്ന് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലത്തെ ഭാഗത്തേക്ക് ഈ പറയുന്ന സംഭവങ്ങൾ, ഇമേജസൊക്കെ, വിഷ്വൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് എത്തിക്കുന്നതാണ് ഈ പറയുന്ന എന്തായിരുന്നു ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ. ഒപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒപ്റ്റിക്കിൻ്റെ അർത്ഥം എന്താ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒപ്റ്റിക്കൽ ഫൈബർ. ഗ്ലാസ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നുണ്ട് ഒപ്റ്റിക് എന്ന് പറയുമ്പോൾ. കണ്ണട, ഒപ്റ്റിക്സ് എന്നൊക്കെ പറയില്ലേ? ഈ പറയുന്ന കണ്ണടയുടെ കടനൊക്കെ ഒപ്റ്റിക്കൽസ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ വിഷനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ, കണ്ണിലെ ദ്രവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അക്വസ് ഹ്യൂമർ. The water-like fluid filled in the aqueous chamber between the lens and the cornea. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദ്രാവകമാണ് അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് ബ്ലഡിൽ നിന്നുണ്ടാവുകയും ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സംഭവമാണിത്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദി ഐ. അപ്പോൾ കണ്ണിൻ്റെ കലകൾക്ക് പോഷണവും അതുപോലെ തന്നെ ഓക്സിജനൊക്കെ കൊടുക്കുന്നത് അക്വസ് ഹ്യൂമറാണ്. ഇനി തലച്ചോറിൻ്റെ കലകൾക്ക് പോഷണമൊക്കെ കൊടുക്കുന്ന ഏതായിരുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ഇനി ആക്സോണിനാണെങ്കിലോ, ആക്സോണിന് കൊടുക്കുന്ന ഏതായിരുന്നു? ആക്സോണിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മൈലിൻ ഷീത്ത് രൂപീകരണപ്പെടുന്നതൊക്കെ മൈലിൻ ഷീത്തായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അടുത്തത് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ജെല്ലി പോലെയുള്ള ഒരു ഭാഗമാണ്. സീൻ ഇൻ ദ വിട്രിയസ് ചേമ്പർ, വിട്രിയസ് ചേമ്പറിലാണ് കാണപ്പെടുന്നത്. റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലുള്ള വിട്രിയസ് ചേമ്പറിലാണ് കാണപ്പെടുന്നത്. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ഐ, കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ വിട്രിയസ് ഹ്യൂമറാണ്. ഓക്കെ. പിന്നെ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ, പ്രകാശത്തിൻ്റെ ക്രമീകരണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പ്യൂപ്പിൾ ഉണ്ടല്ലോ, പ്യൂപ്പിൾ നോക്കിയേ, പ്യൂപ്പിളാണ് ഈ കൊടുത്തിട്ടുള്ള ആ വലിയ ഡാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഡിം ലൈറ്റിലാണ്. ഡിം ലൈറ്റ് ആവുന്ന സമയത്ത് വളരെയധികം പ്യൂപ്പിൾ വികസിക്കും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ വളരെയധികം ചുങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പോഴാണ് ഈ പ്യൂപ്പിൾ വികസിക്കുന്നത്. നല്ല ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുങ്ങിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദ ആക്ഷൻ ഓഫ് സർക്കുലർ മസിൽസ് ആൻഡ് റേഡിയൽ മസിൽസ്. അപ്പോൾ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ദ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസസ്, പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുകയും വെൻ ദ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റഡ് ഇൻ ഇൻറ്റൻസ് ലൈറ്റ്, തീവ്രമായിട്ടുള്ള പ്രകാശത്തിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസസ്. ദസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ദ ലെൻസ് ഈസ് റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസിലേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ അളവ് നമുക്ക് പ്യൂപ്പിൾ ക്രമീകരിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിച്ചോളും. ഓക്കെ. പിന്നെ ദ കർവേച്ചർ ഓഫ് ദി കോർണിയ ആൻഡ് ദ ലെൻസ് ഹെൽപ്പ് light rays which reflect from an object to get focused on the retina. റെറ്റിന എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലുള്ള സ്ക്രീനാണെന്ന് പറയാം. ഈ റെറ്റിന എന്ന് പറയുന്നത് ഈ സ്ക്രീനിലാണ് പ്രകാശം അല്ലെങ്കിൽ പ്രകാശരശ്മികളൊക്കെ പതിച്ചിട്ട് അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് ഫോം ചെയ്യുന്ന പ്രത്യേകം നോക്കിയാൽ ചെറുതാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് അതിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ. റിയൽ ഇമേജാണ്. എന്ത് ലെൻസാണെന്ന് പറഞ്ഞേ? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഓർക്കുന്നുണ്ടോ? നോക്കുക, കണ്ണിലുള്ള ലെൻസ് ഏതാണെന്നുള്ളതൊന്ന് നോക്കിയേ. കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഇത് മറക്കരുത്. കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. 2 കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ. നോക്കുക, കോൺവെക്സും കോൺകേവും നമുക്കറിയാലോ. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. കോൺകേവ് എന്ന് പറയുന്ന ഉള്ളിലേക്ക് നിൽക്കുന്ന, ഇത് കേവ് എന്ന് ആലോചിച്ചാൽ മതി. ഗുഹ പോലെയുള്ളതാണ് കോൺകേവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ണിലുള്ളത് കോൺവെക്സ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.
We can see nearby the and distant objects clearly. This is because of the focal length of the lens can be adjusted according to the distance of the object. അപ്പോൾ നമ്മൾക്ക് അകലെയുള്ള വസ്തുക്കളിനെയും അടുത്തുള്ള വസ്തുക്കളിനെയും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇതിന് ഓട്ടോ ഫോക്കസ് ഉണ്ട്. നമ്മൾ ചില മൊബൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ പറയാം ഓട്ടോ ഫോക്കസ് ഉണ്ടെന്ന് പറയാം. അതായത് ഓട്ടോമാറ്റിക്കലി അത് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അകലെയുള്ള വസ്തുക്കളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനനുസരിച്ചിട്ട് ലെൻസ് ക്രമീകരിക്കുകയൊക്കെ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, വൈൽ വ്യൂവിങ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത് നോക്കിയേ, സീലിയറി മസിൽസ്, ലെൻസ്, ലിഗമെൻറ്റ്സ് എന്താണ് അതിലുള്ള വ്യത്യാസം നോക്കുക. അടുത്തുള്ള വസ്തുക്കൾ കാണുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കുക. സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ റിലാക്സ് ചെയ്യുന്നു. ലിഗമെൻറ്റ്സ് റിലാക്സ് ചെയ്യുന്നു, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. കർവേച്ചർ ഓഫ് ലെൻസിന് എന്താണ് വ്യത്യാസം ഉണ്ടാകുന്ന നോക്കുക. കർവേച്ചർ ഓഫ് ലെൻസ് കുറവാണ് അകലെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ സമയത്ത്, അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ കർവേച്ചർ കൂടുതലാണ്. പിന്നെ ഫോക്കൽ ലെങ്ത് ഡിഫറൻസ് നോക്കുക രണ്ടിൻ്റെയും. അതുപോലെ തന്നെ ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് അനുസൃതമായിട്ട് നമ്മുടെ കണ്ണിലുള്ള ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാനായിട്ട് നമുക്ക് കണ്ണിനുള്ള കഴിവുണ്ട്. അപ്പോൾ from the eye and form an image on the retina is called the power of accommodation of the eye. Okay, അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി, കണ്ണിൻ്റെ ഒരു കഴിവിനെയാണ്. എന്താണ്? ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്ര ദൂരെയാണോ ഇരിക്കുന്നത്, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും നമ്മുടെ കണ്ണിന് അതിൻ്റെ ഫോക്കൽ ലെങ്ത്, കണ്ണിൻ്റെ ലെൻസിലത്തെ ഫോക്കൽ ലെങ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ. ഇനി പറയുന്നത് റെറ്റിനയും ആൻഡ് ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റെറ്റിനയും അതുപോലെ തന്നെ പ്രകാശഗ്രാഹികളുമാണ്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ റെറ്റിന. റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന. റോഡ് സെല്ലും കോൺ സെല്ലും ആണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. റെറ്റിനയിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് റോഡ് സെല്ലും കോൺ സെല്ലും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റോഡ് ഉണ്ടല്ലോ, നമ്മുടെ റോഡിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് മാത്രമല്ല വൈറ്റും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സീബ്ര ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ടാവില്ലേ, വൈറ്റും ഉണ്ട്. അപ്പോൾ ബ്ലാക്കും വൈറ്റാണ് റോഡ് എന്ന് ആലോചിച്ച് വയ്ക്കുക. ഒരു ടിപ്പായിട്ട് മനസ്സിൽ വെക്കേണ്ടതാണ് കേട്ടോ. റോഡ് എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനി കോൺ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോണൈസ് കാണാൻ പറ്റില്ലേ? കോണൈസ് പല കളറിലുള്ളത്, ചുവപ്പും പച്ചയും നീലയും ഒക്കെ കാണാം. നീല ഉണ്ടാവും, മഞ്ഞയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ കോൺ എന്ന് പറഞ്ഞ കളറുള്ളതും റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, റോഡ് സെല്ലും കോൺ സെല്ലും കേട്ടോ. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ കോണൈസ് കാണാൻ പറ്റും എന്നുള്ളതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് പറയുന്നുണ്ട്. ഒബ്സർവ് ഫിഗർ 2.4 ആൻഡ് റിലേറ്റ് ദ ഷേപ്പ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് വിത്ത് ദെയർ നെയിംസ്. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമ്പയർ ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 2.3. ഇപ്പോൾ 2.3 ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. റോഡ് സെൽ കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ. റോഡ് സെല്ലിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് അടങ്ങിയിട്ടുണ്ട്. ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ. അപ്പോൾ ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും പിന്നെ റെറ്റിനാൽ എന്ന് പറയുന്ന വിറ്റാമിൻ എയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പദാർത്ഥവും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റോഡോപ്സിൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഓപ്സിനും റെറ്റിനാലും കൊണ്ടാണ്. റെറ്റിനാൽ എന്ത് ചെയ്യുന്ന ഡിറൈവ് ചെയ്തിട്ടുള്ളത് വിറ്റാമിൻ എയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കണ്ണിന് ആവശ്യമുള്ള പോഷണം ഏതാണ്? വിറ്റാമിൻ എ ആണ് ഏറ്റവും കൂടുതലായിട്ട്. സിൻസ് വിറ്റാമിൻ എ മാത്രമല്ല കേട്ടോ, ഒരുപാട് ടൈപ്പ് വൈറ്റമിൻസ് ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് വിറ്റാമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്. സിൻസ് ദേ ആർ ആക്ടിവേറ്റഡ് ഈവൻ ഇൻ ഡിം ലൈറ്റ്. റോഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിം ലൈറ്റിലും അതായത് പ്രകാശം വളരെ കുറവുള്ള സമയത്തും ഇത് ആക്ടിവേറ്റ് ആവും. വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിം ലൈറ്റിലൊക്കെ ഈ സാധനങ്ങൾ കാണാൻ പറ്റും. ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളർ.
അപ്പോൾ നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു ഇരുട്ട് മുറിയാണെന്ന് വിചാരിക്കുക, എങ്കിൽ കൂടിയിട്ട് നമുക്ക് അവിടെ ചില കാര്യങ്ങൾ വസ്തുക്കളിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടും, എന്തെങ്കിലും സാധനമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. പക്ഷേ അത് ഏത് കളറാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ കടയിൽ പോയിട്ട്, ഡ്രസ്സ് കടയിൽ പോയിട്ട് അധികം ഡ്രസ്സൊന്നും പണ്ട് വാങ്ങാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് പകൽ വെളിച്ചം പോലെ തന്നെയാണ്, രാത്രി പോയാലും ഏത് പാതിരാത്രി പോയി കഴിഞ്ഞാലും പകൽ വെളിച്ചം പോലെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളർ. അപ്പോൾ രാത്രിയിൽ നമുക്ക് കാണാനായിട്ട് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. പക്ഷേ ഇതിന് ലൈറ്റല്ല, കളറ് സെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല, കളറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പറഞ്ഞില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത്ര ആലോചിച്ചാൽ മതി. റോഡ് സെല്ലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, രാത്രിയാണെന്ന് ആലോചിക്കുക. ഇനി പറയുന്ന കോൺസെൽസ് ആണ്. കോൺസെൽസ് കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കോൾഡ് ഫോട്ടോപ്സിൻ. കോൺസെല്ലിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ റോഡോപ്സിൻ ആയിരുന്നു, ഇതിൽ പറയുന്നത് ഫോട്ടോപ്സിൻ ആണ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് അയഡോപ്സിൻ. ഇതിന് വേറൊരു പേരാണ് അയഡോപ്സിൻ. ദിസ് പിഗ്മെൻറ്റ് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ചേർത്തിട്ടാണ് ഈ പിഗ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. There are 3 types of corn cells in our eyes. നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺസെൽസ് ഉണ്ട്, which help us to detect 3 primary colors of light. 3 പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് കോൺസെൽസ് സഹായിക്കുന്നത്. ഏതൊക്കെയാണ് കളേഴ്സ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. This diversity is due to the difference in amino acids in the opsin molecule. ഓപ്സിൻ മോളിക്യൂളിലുള്ള അമിനോ ആസിഡിൻ്റെ, അമിനോ ആസിഡ് എന്ന് പറയുന്ന പ്രോട്ടീനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ പറയുന്ന ഈ കളറുകൾ തിരിച്ചറിയുന്നതിലുള്ള വ്യത്യാസം വരുന്നത്. സോ കോൺസെൽസ് പ്രൊവൈഡ് ആസ് വിത്ത് കളർ വിഷൻ. അപ്പോൾ കോൺസെൽസ് ആണ് നമുക്ക് നല്ല കളറുള്ള വിഷനൊക്കെ സഹായിക്കുന്നത്. പിന്നെ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സെൽഫായിട്ട് ഇപ്പോൾ പറഞ്ഞ ഐഡിയാസ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. റോഡ് സെല്ലിലും കോൺ സെല്ലിലുള്ള പിഗ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക, ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. അപ്പോൾ ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ദ കെമിസ്ട്രി ഓഫ് വിഷൻ. ഹൗ ആർ ഇമ്പൾസസ് ഫോംഡ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സ്. ഫോട്ടോറിസെപ്റ്റേഴ്സിൽ എങ്ങനെയാണ് ഇമ്പൾസസ് ഫോം ചെയ്യുന്നത്? ടു മേക്ക് വിഷൻ പോസിബിൾ, അനലൈസ് ഇലിസ്ട്രേഷൻ 2.3, ഫിഗർ 2.5 ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാക്കപ്പെട്ടുള്ളത് റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഓപ്സിൻ എന്ന് പറയുന്ന വിറ്റാമിൻ എയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പദാർത്ഥവും കൊണ്ടാണ്. അത് രണ്ടും സെയിം തന്നെയാണ്, ഫോട്ടോപ്സിൻ ആണെങ്കിലും അതുപോലെ തന്നെ റോഡോപ്സിനിലും സെയിം തന്നെയാണ്. ഓക്കെ, റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ. ഓക്കെ, അടുത്തത് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ദ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദ ഫോട്ടോറിസെപ്റ്റേഴ്സ് ഡിസസോസിയേറ്റ്. This chemical change leads to the formation of impulses. These impulses are transmitted to the cerebrum through the optic nerve and this enables vision. ഓക്കെ, അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസൻസിൽ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യപ്പെടും? ഇത് ഡിസസോസിയേറ്റ് ചെയ്യും, ഇത് സ്പ്ലിറ്റ് ആവും. ദിസ് കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ചേഞ്ചാണ് ഇമ്പൾസസ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ ഈ ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സെറിബ്രം. ഈ ഇമ്പൾസസ് സെറിബ്രത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും എന്തുവഴിയാണ്? ഒപ്റ്റിക് നെർവ് വഴിയാണ്. ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരുന്നു? ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തില്ല എന്ന് പറഞ്ഞു? പ്രകാശഗ്രാഹികളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഈ പ്രകാശരശ്മികൾ എങ്ങനെ വരുന്നു, ലൈറ്റ് ഏതിൽ കൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്, അവസാനം സെൻസ് ഓഫ് ലൈറ്റ്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ബൈനോക്യുലർ വിഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർ ഇൻ 2 images of the same object formed in our 2 eyes but we see only 1 image of the object. How does this happen? അപ്പോൾ നോക്കുക, നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വിരൽ പിടിക്കുക, വിരലോ പെന്നോ എന്തെങ്കിലും പിടിക്കുക, എന്നിട്ട് ഒരു കണ്ണടച്ച് പിടിക്കുക. ആ സമയത്ത് നമുക്ക് ഒരു പൊസിഷനിൽ ഇത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റേ കണ്ണടച്ചിട്ട് ഇത് കണ്ണ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം 2 കണ്ണും ഉണ്ടാക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടാവല്ലോ, അത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ കാണുന്നത് 2 കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് 2 പിക്ചറായിട്ടല്ല കാണുന്നത്, നമ്മൾക്ക് കാണുന്നത് ഒരു പിക്ചറായിട്ടാണ്. ഓക്കെ, നമ്മൾക്ക് ഏതൊരു കോമഡി ഇതിലുണ്ടല്ലോ, തലയ്ക്ക് അടിയിട്ടി കഴിഞ്ഞ സമയത്ത് അവന്
പറയുന്നുണ്ടല്ലോ, കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പൊന്നീച്ചനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് കുറയില്ല. അതൊക്കെ എന്തെങ്കിലും തലച്ചോറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലാണ് പറയുന്നത്. അല്ലാത്ത ഗതിയിൽ നമ്മൾക്ക് ഒരു വസ്തുവിൻ്റെ ഒരു ഇമേജ് മാത്രമേ നമുക്ക് കണ്ണിൽ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, നോക്കുക. സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഫോർവേഡ്. Close your right eye and focus on the forefinger of your left hand. Now close your left eye and without changing the direction of your head, focus on the same finger. Do you notice any change in the position of the finger? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പൊസിഷന് ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾക്ക് എന്താ കാരണം എന്നുള്ള അവിടെ താഴെ പറയുന്നുണ്ട് കേട്ടോ. ദ ഇമേജസ് ഫ്രം ടു സൈഡ്സ് ഓഫ് ദ സെയിം ഒബ്ജക്റ്റ് ആർ ഫോംഡ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ. നമ്മുടെ ഇടത് കണ്ണിലും വലത് കണ്ണിലും രണ്ട് സ്ഥലത്തു നിന്നുള്ള അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇമേജാണ്, ഒരു വസ്തുവിൻ്റെ ഇമേജാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. When these two images combine as a result of the activities of brain, തലച്ചോറിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് ഇമേജസും കൂടിയിട്ട് എന്താവും, കണക്റ്റായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇമേജ് ആവും. എ 3-dimensional ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ്. 3-dimensional എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ഇമേജ് എന്ത് ചെയ്യും, നമ്മുടെ തലച്ചോറിൽ ഫോം ചെയ്യപ്പെടും. ഇതിനെ പറയുന്നതാണ് ദിസ് ഈസ് കോൾഡ് ബൈനോക്കുലർ വിഷൻ. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ബൈനോക്കുലർ വിഷൻ. വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ക്യാച്ച് ചെയ്യില്ലേ, ക്യാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കണ്ണും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ കറക്റ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കുട്ടി ഇപ്പോൾ കളിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഒരു കണ്ണ് എന്താണ് പ്രശ്നമാണെന്ന് വിചാരിക്കുക, വർക്ക് ചെയ്യുന്നില്ല, എന്തോ കംപ്ലൈൻറ്റ് ഇടുന്നതായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ കുട്ടി ക്യാച്ച് ചെയ്യാനായിട്ട് കൈ ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ ബോൾ വീഴുന്നത് ചിലപ്പോൾ അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തലയിലേക്കായിരിക്കും ബോൾ വീഴുന്നുണ്ടാവുക. കാരണം ഈ കുട്ടിക്ക് അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഈ കുട്ടിക്ക് ഒരു കണ്ണ് കാണുന്നില്ല എന്നിരിക്കുക. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും, വെള്ളം ഒഴിക്കുന്നത് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു പൊസിഷനിങ് വേണം എന്നുണ്ടെങ്കിൽ, പൊസിഷനിങ് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് കണ്ണും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസ്. അപ്പോൾ കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങൾ ആണ് പറയുന്നത്. ഒരുപാടുണ്ട്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദ റെറ്റിനാൽ എന്ന് പറയുന്നത് വിറ്റാമിൻ എയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റെറ്റിനാൽ എ പാർട്ട് ഓഫ് ദ വിഷ്വൽ പിഗ്മെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിറ്റമിൻ എ. ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ റിസൾട്ട്സ് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വിറ്റമിൻ എയുടെ കുറവുണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കുറയും. ദിസ് ഇൻ ടേൺ പ്രിവെൻറ്റ്സ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. അപ്പോൾ റോഡോപ്സിൻ്റെ റീസിന്തസിസ് നടക്കില്ല. ആ സമയത്ത് റോഡോപ്സിൻ എന്തിനാണ് സഹായിക്കുന്നത്, രാത്രിയിൽ കണ്ണ് കാണാനായിട്ട് സഹായിക്കുന്ന റോഡോപ്സിനാണ്. അപ്പോൾ ഇത് നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇൻ ദിസ് കണ്ടീഷൻ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ദ ഡിം ലൈറ്റ് ആൻഡ് ദിസ് ഡിസീസ് ഈസ് കോൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ വിറ്റാമിൻ എയുടെ അഭാവം മൂലം റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കുറയുകയും, റെറ്റിനാൽ കുറഞ്ഞു കഴിഞ്ഞാൽ റോഡോപ്സിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. റോഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുണ്ട പ്രകാശത്തിൽ അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഒരു കുബേരൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടല്ലോ, ദിലീപ് ഹരിശ്രീ അശോകനൊക്കെ ഉള്ള പടം. അപ്പോൾ അതിൽ ഹരിശ്രീ അശോകന് ഒരു 6 മണിക്ക് ശേഷം കണ്ണ് കാണില്ല. അത് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. എന്നിട്ട് പിറ്റേ ദിവസം 6 മണി ആയി കഴിഞ്ഞാലാണ് ആൾക്ക് കണ്ണ് കാണുന്നത്. കറക്റ്റ് 6 മണിയൊന്നുമല്ല, അതൊരു ഫിലിമിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് മാത്രം. പക്ഷേ രാത്രി കണ്ണ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അതിന് കാരണം വിറ്റാമിൻ എ ആണ്. അപ്പോൾ ഹരിശ്രീ പ്രശ്നം എന്തായിരുന്നു, അതിൽ വിറ്റാമിൻ എയുടെ കുറവ് കാരണം എന്തുണ്ടായില്ല, റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ റോഡോപ്സിൻ്റെ പ്രവർത്തനം തകരാറിലായി. അപ്പം ഇനി എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുക? വിറ്റാമിൻ എ ഒക്കെ കുറേ നല്ല രീതിയിൽ കിട്ടിയിട്ട് റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുക, അതുപോലെ തന്നെ റോഡോപ്സിനൊക്കെ നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞാൽ ഇതാകും. പക്ഷേ ഇത് ടൈം പിടിക്കുന്ന ഒരു സംഭവമാണ്, പെട്ടെന്നൊന്നും ശരിയാവില്ല. പക്ഷേ ഒരു പരിധിവരെയൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് എ പ്രൊലോങ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ. നമ്മുടെ വിറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസുഖം ഉണ്ടായത്. ഇതും അതുപോലെ തന്നെയാണ്. ഒരുപാട് കാലത്തേക്ക് വിറ്റമിൻ എ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ട്രാൻസ്പാരൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്പാക്ക്. ട്രാൻസ്പാരൻറ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നതാണ് ട്രാൻസ്പാരൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് എന്ന് പറയില്ലേ. ഒപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാര്യം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് കാലത്തേക്ക് വിറ്റാമിൻ എ കിട്ടാതിരുന്നാൽ കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ദിസ് കോസസ് സിറോഫ്താൽമിയ ആൻഡ് ലീഡ്സ് അൾട്ടിമേറ്റ്
ലീഡ് ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ അവസാനം ബ്ലൈൻഡ്നെസ്സിലേക്ക് ഇത് നയിക്കും. ഓക്കെ, കോർണിയ ഡ്രൈ ആവും, അതുപോലെ തന്നെ ഒപ്പാക്ക് ആവും. കൺജങ്ക്റ്റൈവയും കോർണിയയും ഡ്രൈ ആവും, ഒപ്പാക്ക് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ, നിങ്ങളുടെ ഡയറ്റിൽ വിറ്റാമിൻ എ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന് ആലോചിക്കുക, അതിൽ വിറ്റാമിൻ എ ഉണ്ടോ എന്ന് നോക്കി നോക്കുക. വിറ്റാമിൻ എ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ പോയിട്ട് പിച്ചിച്ചിന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആ ഒരു എന്താണ് ഫുഡ് ഐറ്റം, അതിൽ വിറ്റാമിൻ എ ഉണ്ടോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും വിറ്റാമിൻ എ ഉണ്ടോ. പക്ഷെ അത് എത്രമാത്രം സത്യമാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ ചോറും മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് പ്യുവർലി കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറി യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻസൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ നോക്കുക. ആൻഡ് ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരുന്നത്. നിങ്ങൾക്ക് ഇത് ജനറലായിട്ട് നിങ്ങളുടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ, കിങ് ലയർ എന്ന് പറഞ്ഞൊരു പടം. കിങ് ലയറിൽ ദിലീപിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതിൻ്റെ ഒരു മാനേജർ. അയാൾക്ക് കണ്ണ് കാണും, പക്ഷേ അയാൾക്ക് കളറ് തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. എന്നിട്ട് ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, പച്ച ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്ക് പച്ച ചുരിദാറല്ല, ശരിക്ക് വേറെ ഏതോ കളർ ഡ്രസ്സാണ്. പക്ഷേ ഇയാൾക്ക് കണ്ണിന് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നോക്കിയാൽ അവിടെ ക്യാൻ യു റീഡ് ദ ഫിഗർ ക്ലിയർലി, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല അത്. ഇവിടെ പച്ച കളറിൽ 8 എന്ന് എഴുതിയിട്ടുള്ളത് പച്ച കളറല്ല കേട്ടോ, ചുവപ്പും ഓറഞ്ചൊക്കെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ചുവപ്പ് ഓറഞ്ചാണ്. ഓക്കെ, യു ആർ അവെയർ ദാറ്റ് ദ റെറ്റിന കണ്ടെയ്ൻസ് കോൺ സെൽസ് വിച്ച് ക്യാൻ ഡിറ്റക്ട് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെറ്റിനയിലുള്ള കോൺ സെൽസ് ആണ് റെഡ്, ഗ്രീന്, ബ്ലൂ കളേഴ്സ് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, കോൺ സെൽസ് ഇട്ടാ കോണൈസ് എന്ന് ആലോചിച്ചാൽ മതി, കളർ. ഓക്കെ, സം പേഴ്സൺസ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്. അപ്പോൾ ചില വ്യക്തികൾക്ക് ചുവപ്പ് കളറും പച്ച കളറും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് കളർ ബ്ലൈൻഡ്നെസ്. ഇതിനെ പറയുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ്. ക്യാൻ യു ഗസ് വൈ പേഴ്സൺസ് വിത്ത് കളർ ബ്ലൈൻഡ്നെസ് ആർ നോട്ട് സെലക്ടഡ് ഫോർ മിലിറ്ററി ഓർ ഫോർ ജോബ്സ് ലൈക്ക് ദാറ്റ് ഓഫ് ഡ്രൈവർ, പൈലറ്റ് എക്സെട്ര? ഓക്കെ, അപ്പോൾ ഡ്രൈവർ, പൈലറ്റ് പോലെയുള്ള ജോലികൾക്കൊന്നും കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്, അപ്പോൾ ഇവരൊരു സിഗ്നലിൻ്റെ അവിടെ എത്തിയെന്ന് ചോദിച്ചോ, റെഡ് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇത് പച്ചയായിട്ട് തോന്നുന്നു, ഇവർ വണ്ടിയും കത്തിച്ച് വിടും. ആ സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഡ്രൈവറൊന്നും ആക്കാറില്ല. പിന്നെ പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്താണെന്ന് പറയുന്നുണ്ട്, എക്കോസ്യൂമ ഇസ് ദ ഫ്ലൂയിഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂ ഇൻ ദ ഐസ്. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് എക്വസ് ദ്രവമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രക്തത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് എക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ, പക്ഷേ ഇത് രക്തത്തിലേക്ക് പുനരാഗിരണം നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇറ്റ് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദ ഐസ്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടും. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ദിസ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോറിസെപ്റ്റർ സെൽ ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും റെറ്റിനയ്ക്കും ഫോട്ടോ റിസെപ്റ്റേഴ്സിനൊക്കെ പ്രശ്നം ഉണ്ടാവും. അത് അവസാനം ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കും. ദിസ് ഡിഫക്റ്റ് ഈസ് കോൾഡ് ഗ്ലോക്കോമ. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ലേസർ സർജറി വഴി ഇതിനെ ശരിയാക്കാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ലേസർ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ പറയുന്ന ഒരു അസുഖം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കണ്ണിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലെൻസ് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ലെൻസ് മാറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ ഒപ്റ്റിക് നെർവാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ പറയുന്നത് കാറ്ററാക്ട്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐ ബിക്കം ഒപ്പാക്ക്. അപ്പോൾ കണ്ണിൻ്റെ ലെൻസ് ഒപ്പാക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ലെൻസ് ഒപ്പാക്ക് ആവുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. റിസൾട്ടിങ് ഇൻ ബ്ലൈൻഡ്നെസ്. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിംഗ് ദ ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. സർജറി വഴി ഈ ലെൻസ് എടുത്ത് മാറ്റിയിട്ട് വേറൊരു ലെൻസ് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാവും.
ലെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ ഗ്ലാസ് പോലത്തെ ലെൻസാണെന്ന്. ശരിക്കും ഗ്ലാസ്സാണ് സംഭവം. നമ്മുടെ ഇത് കണ്ടിട്ടില്ലേ, കണ്ണിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഒപ്റ്റിക്കൽ എന്താ പറയുന്നത്, കണ്ണിൽ വയ്ക്കുന്ന ലെൻസ്. അപ്പോൾ അതുപോലെയുള്ള ലെൻസാണ് നമ്മൾ കണ്ണിലുള്ളത്. ഓക്കെ. പിന്നെ കൺജങ്ക്റ്റിവിറ്റിസ്. ഓക്കെ. ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദി കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവയിൽ ഇൻഫെക്ഷൻ വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്. ദ കോസറ്റീവ് ഓർഗാനിസംസ് മേ ബി ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെയാണ് ഇതിന് കാരണമാവുന്നത്. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. കണ്ണികേട് എന്നൊക്കെ പറയില്ല, ആ സെയിം സംഭവം തന്നെയാണ് കേട്ടത്. കണ്ണിൽ കേട്. പിന്നെ വേറൊരു സാധനം കൂടി പറയില്ല, അതിന് വേറെന്തോ പേരൊക്കെ പറയും. പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. അപ്പോൾ എങ്ങനെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് വിറ്റമിൻ ആവശ്യമാണ്. ഏത് ടൈപ്പ് വിറ്റമിനാണ് വേണ്ടത്? വിറ്റമിൻ എ ആണ് നമുക്ക് കണ്ണിന് ആവശ്യമുള്ളത്. ഓക്കെ. പിന്നെ അധിക നേരം കമ്പ്യൂട്ടർ മൊബൈലൊക്കെ നോക്കിയിരിക്കാതെ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പഠിക്കാറുണ്ടെങ്കിൽ വെറുതെ യൂട്യൂബൊക്കെ നോക്കിയിരിക്കാതെ ടെക്സ്റ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇയർ ആണ് പറയുന്നത്. സെൻസ് ഓർഗൻസ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് ഇയർ എന്ന് പറയുന്നത്. യു ഹാവ് സ്റ്റഡി ദാറ്റ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇയർ. അപ്പോൾ കണ്ണിൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്, കണ്ണിലല്ല കേട്ടോ, ചെവിയിൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഇയർ നോട്ട് ഓൺലി ഹെൽപ്സ് അസ് ഇൻ ഹിയറിംഗ്. കേൾവിക്ക് മാത്രമല്ല നമ്മുടെ ചെവികൾ സഹായിക്കുന്നത്, ബട്ട് ഓൾസോ ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ബാലൻസും കൺട്രോൾ ചെയ്യുന്നത് ചെവി തന്നെയാണ്. നോക്കുക, ചെവിയുടെ 3 ഭാഗങ്ങളാണ്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. അപ്പോൾ ചെവി പൊത്തിയിട്ട് ഒരൊറ്റ പെടപെടച്ച് കഴിഞ്ഞാൽ, അടി കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ബാലൻസ് പോവും. കാരണം ചെവി നമ്മളെ ബാലൻസിങ്ങിന് സഹായിക്കുന്നുണ്ട്, കേൾവിക്ക് മാത്രമല്ല. ഓക്കെ. എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് പുറമേയുള്ള ഭാഗവും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പിന്ന എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിലേക്ക് സൗണ്ട് വേവ്സിനെ കൊണ്ടുപോകുന്നത് ആണ്. പിന്നെ ഓഡിറ്ററി കനാൽ, ആ ഒരു ഹോൾ കാണില്ല, നമ്മൾ ചെവിട്ടിൽ കൈയൊക്കെ ഇടില്ലേ, അപ്പോൾ ഒരു ഹോൾ വഴി, ഒരു ട്യൂബ് വഴി ഇങ്ങനെ കൈ ഇങ്ങനെ പോകണ കാണാം. കൈയല്ല, വിരൽ ഇങ്ങനെ പോകുന്നതാണ്. ഇതിനാണ് ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞത്. ഇതിലൂടെയാണ് ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ടിംപാനം. ടിംപാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൗണ്ട് വേവ്സിനെ കൊണ്ടുപോകുന്നത് ഓഡിറ്ററി കനാൽ വഴിയാണ്. സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ കനാൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഇയർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ മുടികളൊക്കെ കാണും. മുടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കാണാൻ പറ്റും. രോമകോശങ്ങളല്ല കേട്ടോ, രോമകോശങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. രോമങ്ങൾ കാണാൻ പറ്റും. ഈ രോമങ്ങൾ എന്തിനു സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ ചെവിയുടെ ഉള്ളിൽ കടക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെവിയിൽ നമ്മൾ അഴുക്കാന്ന് വെച്ചിട്ടൊരു യെല്ലോ സംഭവം എടുത്ത് കളയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു വാക്സ് എടുത്ത് കളയില്ലേ. ഈ വാക്സ് ശരിക്ക് നമ്മുടെ ചെവിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ എപ്പോഴും അതെടുത്ത് കളയാൻ പാടില്ല. അത് ഓവറായിക്കഴിഞ്ഞാൽ, എക്സസീവ് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കളയണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് നമ്മൾ അതിൻ്റെ ബഡ്സും കാര്യങ്ങളും ഇട്ടിട്ട് അത് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതല്ല. കാരണം ഈ വാക്സ് നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങളിൽ പെട്ടതാണ്. നമ്മൾ കണ്ണിൽ പറഞ്ഞില്ല, ലൈസോസൈം എന്ന് പറയുന്ന കണ്ണിലെ ഒരു സംഭവം, അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അണുക്കളൊന്നും വരാതിരിക്കാനായിട്ട്. അതേപോലെ തന്നെ ചെവിയിലുള്ളതാണ് ഒരു വാക്സാണ്, ഒരു പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് തന്നെ എപ്പോഴും അത് കൊണ്ടിട്ട് കളയാതിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ ടിംപാനം. ആക്ച്വലി വേറൊരു കാര്യം കൂടി ഉണ്ട്, ബഡ്സ് യൂസ് ചെയ്യുന്നത് തീരെ നല്ലതല്ല, ബഡ്സ് വളരെ ഡേഞ്ചറാണ്. ഓക്കെ. പിന്നെ ടിംപാനം, എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ടിംപാനം എന്ന് പറയുന്നത്. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന് അനുസൃതമായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും, ടിംപാനം വൈബ്രേറ്റ് ചെയ്യും. ഇനി പറയുന്ന മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിൽ വരുന്നത് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് എന്താ ചെയ്യുന്നത്? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻസ് ഓഫ് ദ ടിംപാനം ടു ദ ഇൻറ്റേർണൽ ഇയർ. ടിംപാനം വൈബ്രേറ്റ് ചെയ്യുന്നവരെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്, ആംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രത കൂട്ടുന്ന, ആ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന, അതിൻ്റെ ഒരു മെസ്സേജസിൻ്റെ അളവ് കൂട്ടുന്നത് ഇയർ ഓസിക്കിൾസ് ആണ്. ഓക്കെ. പിന്നെ പറയുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബ് പറയുന്നുണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ഉള്ളത് കണക്ട്സ് ദ മിഡിൽ ഇയർ
ആൻഡ് ദ ഫാരിൻസ്, മിഡിൽ ഇയറിനെയും ഫാരിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. പ്രൊട്ടക്ട്സ് ദ ടിംപാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ടിംപാനം. ടിംപാനത്തിൻ്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. പിന്നെ വേറൊരു ഭാഗം കൂടി നമ്മൾ പറയാൻ മറന്നുപോയി. അതിൽ ഇയർ ഓസിക്കിളിൻ്റെ 3 ഭാഗങ്ങളാണ് മാലിയസ് ഇൻക സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 206 അസ്ഥികളുള്ള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിയസ് ആണ് എന്ന് പറയാം. ഏറ്റവും ചെറുതാണ്. ഓക്കെ, ഏറ്റവും വലുത് ഏതാണ്? തുടയിലെല്ലാണ്. തുടയിലത്തെ എല്ലാണ് ഏറ്റവും വലുത്, ചെറുത് ഇതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻറ്റേർണൽ ഇയർ ആണ്. ഇൻറ്റേർണൽ ഇയറിലുള്ള ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾസ്, പിന്നെ വെസ്റ്റിബുലാർ നെർവ്, ഓഡിറ്ററി നെർവ്, കോക്ലിയ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഇൻറ്റേർണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് ഇൻ ദ സ്കൾ കോൾഡ് ദ ബോണി ലാബറിന്ത്. അപ്പോൾ ഇൻറ്റേർണൽ ഇയർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബോണി കേസായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അസ്ഥി ശൃംഖല, ഒരു അസ്ഥിയുടെ ഒരു കേസ്, അതിനുള്ളിലാണ്. ഇൻ ദ സ്കള്ളിൻ്റെ ഉള്ളിലാണ്, തലയോട്ടിനുള്ളിലാണ്. അതിനെ പറയുന്ന പേരാണ് ബോണി ലാബറിന്ത്. ലാബറിന്ത് എന്ന് ആലോചിച്ചാൽ മതി, ബോണി ലാബറിന്ത്. In this bony case, there are membranous labyrinths as well. ഇതിൻ്റെ ഉള്ളിലായിട്ട് membranous ആയിട്ടുള്ള labyrinth കൂടി ഉണ്ട് as well. The space inside the membranous labyrinth is filled with the fluid named endolymph. അപ്പോൾ ഈ membranous labyrinthൻ്റെ ഉള്ളിലായിട്ട് endolymph എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. The space between the membranous and bony labyrinth is filled with a fluid called perilymph. പിന്നെ മെമ്പറനസിൻ്റെയും അതുപോലെ തന്നെ ബോണി ലാബറിൻ്റെയും ഇടയിലായിട്ട്, ലാബറിൻ്റിൻ്റെയും ഇടയിലായിട്ട് എന്തുണ്ട്, പെരിലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾസ് ആൻഡ് കോക്ലിയ ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ ഇൻറ്റേർണൽ ഇയർ. ഇൻറ്റേർണൽ ഇയറിൻ്റെ മെയിൻ പാർട്സ് ആണ് സെമി സർക്കുലർ കനാല്, വെസ്റ്റിബ്യൂള്, കോക്ലിയ. Semicircular canals and vestibule help in balancing the body, whereas cochlea helps in hearing. Cochlea ആണ് നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നത്. അതേസമയം സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും ആണ് നമ്മുടെ ബോഡി ബാലൻസിങ്ങിനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ബോഡി ബാലൻസിങ്ങിന് പോകുന്നപ്പോഴാണ് ഈ സെമി സർക്കുലർ കനാൽസിനോ അല്ലാന്നുണ്ടെങ്കിൽ വെസ്റ്റിബ്യൂളിനോ എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ ബാലൻസ് തെറ്റിയിട്ട് വീഴുന്നതൊക്കെ. ഒരു കാരണം അതാണ് കേട്ടോ. പിന്നെ ഹൗ ഈസ് ഹിയറിംഗ് പോസിബിൾ, അപ്പോൾ എങ്ങനെയാണ് കേൾവി പോസിബിൾ ആവുന്നത്? അവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഓവൽ വിൻഡോ, മെംബ്രെയിൻ സീൻ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേപ്പിസ് സ്പ്രെഡ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ് ടു ദ ഇന്നർ ഇയർ. പിന്നെ റൗണ്ട് വിൻഡോ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. കോക്ലിയാണ് നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നത്. കോക്ലിയയുടെ ഉള്ളിൽ കുറച്ച് രോമകോശങ്ങളുണ്ട്. ഓക്കെ, അത് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കോക്ലിയ ഈസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് എ സ്നെയിൽ ഷെൽ. ഒച്ചിൻ്റെ ഷെല്ലുണ്ടല്ലോ, ഒച്ചിൻ്റെ തോട്, അതുപോലെയുള്ള ആകൃതിയിലാണ് ഈ കോക്ലിയ, ഒരു ട്യൂബ് പോലെയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 chambers. 3 അറകളുണ്ട്, 3 chambers ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് സെൻസറി ഹെയർ സെൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ ബേസിലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ആൻഡ് ലോവർ ചേമ്പേഴ്സ്. ഫങ്ഷൻ ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. അപ്പോൾ ഓഡിറ്ററി റിസപ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് സെൻസറി ഹെയർ സെൽസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദ ബേസിലർ മെംബ്രെയിൻ ആൻഡ് സെൻസറി ഹെയർ സെൽസ് ടുഗെദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്? ബേസിലാർ മെംബ്രെയിനും സെൻസറി ഹെയർ സെൽസും കൂടി ചേർന്നതാണ് ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ദ സൗണ്ട് വേവ്സ് വിച്ച് പാസ് ത്രൂ ദി എക്സ്റ്റേണൽ ഇയർ വഴി, അതായത് നമ്മുടെ പിന്ന വഴി, ഓഡിറ്ററി കനാൽ വഴി ടിംപാനത്തിലേക്ക് എത്തും ഈ സൗണ്ട് വേവ്സ്. ദ സൗണ്ട് വേവ്സ് വിച്ച് പാസ് ത്രൂ ദ എക്സ്റ്റേണൽ ഇയർ വൈബ്രേറ്റ് ദ ടിംപാനം. എന്നിട്ട് ടിംപാനം വൈബ്രേറ്റ് ചെയ്യും. ദിസ് വൈബ്രേഷൻ ഓഫ് ദ ടിംപാനം ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഇയർ ഓസിക്കിൾസ്. അങ്ങനെ ഇതെന്ത് ചെയ്യും? ഇയർ ഓസിക്കിൾസിലേക്ക് ഈ വൈബ്രേഷൻ പാസ് ചെയ്യും. വിച്ച് കോസസ് ദ വൈബ്രേഷൻ ഓഫ് ദ മെംബ്രെയിൻ ഇൻ ദ ഓവൽ വിൻഡോ. അപ്പോൾ ഓവൽ വിൻഡോയിലുള്ള മെംബ്രെയിന് വൈബ്രേറ്റ് ചെയ്യും. ദിസ് വൈബ്രേഷൻ ഫർദർ കോസസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. അങ്ങനെ കോക്ലിയയുടെ ഉള്ളിലുള്ള ഒരു ദ്രവമുണ്ട്, ആ ദ്രവത്തിന്, ഒരു ഫ്ലൂയിഡിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിട്ട് ദ സെൻസറി ഹെയർ സെൽസ് ഓഫ് ദ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഹെയർ സെൽസ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആവും, സ്റ്റിമുലേറ്റഡ് ആവും. ഓഫ് ദ കോക്ലിയ ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അങ്ങനെയാണ് ഇമ്പൾസസ് ഉണ്ടാവുന്നത്. ഓക്കെ, ദീസ് ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം ത്രൂ ദ ഓഡിറ്ററി നെർവ് ആൻഡ് ഹിയറിംഗ് ഈസ് എഫക്റ്റഡ്. അങ്ങനെയാണ് സെറിബ്രത്തിലേക്ക് എത്തുന്നത്. സെറിബ്രത്തിലേക്ക് എത്തിയിട്ടാണ് അതിനുശേഷം ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറല്ല, ഒരു
ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇയർ ആൻഡ് ബോഡി ബാലൻസിങ്. ഓക്കെ, ഇയർ ബാലൻസിങ്ങിന് സഹായിക്കുന്നത് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡസ് ഇൻ ദ ഇയർ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി? How is it possible? Analyze figure 2.12 and the description based on the indicators and prepare a flowchart on body balance maintaining. Okay, അപ്പോൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിനിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബോഡി ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി ബാലൻസിങ് നടക്കുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഹെഡ് ബ്രിങ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എൻഡോലിംഫ് പ്രസൻറ്റ് ഇൻസൈഡ് ദ വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിലും എൻഡോലിംഫ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഈ എൻഡോലിംഫിൻ്റെ മൂവ്മെൻ്റാണ് എന്ത് ഇതാക്കുന്നത്, നമ്മുടെ ഈ ബാലൻസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് കോസസ് മൂവ്മെൻറ്റ് ഓഫ് ദി സെൻസറി ഹാസൽസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദി വെസ്റ്റിബുലർ നെർവ്സ് ടു ദ സെറിബെല്ലം. സെറിബെല്ലാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ കേൾവിക്ക് സഹായകമായിട്ടുള്ളതും കാഴ്ചയ്ക്ക് സഹായകമായിട്ടുള്ള സിഗ്നൽസ് കൊണ്ടുപോയത് സെറിബ്രത്തിലേക്കാണ്. എന്നാൽ ബോഡി ബാലൻസിന് സഹായകമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് പോകുന്നത് സെറിബെല്ലത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ്. അങ്ങനെയാണ് ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. പിന്നെ ടേസ്റ്റ്. ഓക്കെ, നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, കണ്ണ് പറഞ്ഞു, ചെവി പറഞ്ഞു. അടുത്ത ടേസ്റ്റാണ്. ഓൾഫാക്ടറി അല്ല, എന്തായിരുന്നു, ടാക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്റ്റൈൽ അല്ലല്ലോ, ടാക്റ്റൈൽ സെൻസ് ഇതല്ലേ, ജസ്റ്റേറ്ററി, ദാറ്റ് ഇസ് ജസ്റ്റേറ്ററി ഇമേജ്. ഓക്കെ, ജസ്റ്റേറ്ററി ഇമേജ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കേട്ടോ, ഇതിൽ പറയുന്ന ടേസ്റ്റ്. ഓക്കെ, ഈസ് ഇൻ ടേസ്റ്റ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ എൻജോയിങ് ദ ഫുഡ് വി ഈറ്റ്. അപ്പോൾ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുവിധം ഭക്ഷണമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമുക്കറിയാം കുറേ ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷവർമ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജങ്ക് ഫുഡ്സ് അവൈലബിൾ ആണ്. നമുക്കറിയാം അത് ശരീരത്തിന് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളത്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് വി ക്യാൻ ഡിറ്റക്ട്? അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടേസ്റ്റാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എരിവ്, മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐ മീൻ ഫീൽ ചെയ്യാനായിട്ട് പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിഗർ 2.13 given below and understand the mechanisms about detecting taste. Based on the indicators, prepare a flow chart on the method of detecting taste. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Chemoreceptors seen inside the mouth and tongue help us to detect taste. അപ്പോൾ chemoreceptors ആണ് എന്താണ് എവിടെയൊക്കെ കാണപ്പെടുന്നത്? വായിലും അതുപോലെ തന്നെ ടങ്കിലുമുള്ള, നാവിലും വായിലൊക്കെയുള്ള ഈ കീമോറിസെപ്റ്റേഴ്സ് ആണ് നമ്മൾക്ക് ടേസ്റ്റിന് ആയിട്ട് സഹായിക്കുന്നത്. ദീസ് ആർ സീൻ മെയിൻലി ഓൺ ദ സർഫസ് ഓഫ് ദ ടങ്ക്. നാവിന് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്, നാവിലാണ് കാണപ്പെടുന്നത്. ദ പ്രൊജക്റ്റഡ് സ്ട്രക്ചർ സീൻ ഓൺ ദ സർഫസ് ഓഫ് ദ ടങ്ക് ആർ കോൾഡ് പാപ്പിലെ. അപ്പോൾ നമ്മൾ നോക്കാം, നാവ് നോക്കി കഴിഞ്ഞാൽ ഒരു തരി പോലത്തെ ഒരു പൊന്തി നിൽക്കുന്ന സാധനം കാണാമല്ലോ, ഇതിനാണ് പാപ്പിലെ എന്ന് പറയുന്ന സാധനം. ദ പാർട്സ് സീൻ ഓൺ ദ പാപ്പിലെ ദാറ്റ് ഡിറ്റക്ട് ടേസ്റ്റ് ആർ ദ ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ഈ പാപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ടേസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. വി ഹാവ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ടേസ്റ്റ് ലൈക്ക് സ്വീറ്റ്, സോൾട്ട്, സവോ, ബിറ്റർ, ഉമാമി എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള ടേസ്റ്റ്, മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള ടേസ്റ്റുകളൊക്കെ അറിയാനായിട്ട്, തിരിച്ചറിയാനായിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് നമ്മുടെ എവിടെയുണ്ട്? നാവിലുണ്ട്. ഈച്ച് ടേസ്റ്റ് ബഡ് ഹാസ് കീമോറിസെപ്റ്റേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഓരോ ടേസ്റ്റ് ബഡിലും എന്തുണ്ട്? കീമോറിസെപ്റ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടേസ്റ്റ് തിരിച്ചറിയാനായിട്ടുള്ള കീമോറിസെപ്റ്റേഴ്സ് ഉണ്ട്. സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ. അതായത് നമ്മളൊരു ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ നമ്മളൊരു അച്ചാർ എടുത്തിട്ട് വിരലുമ്മ തൊട്ടിട്ട് നാവിൽ വെച്ചൊന്നിരിക്കാം. ആ സമയത്ത് ഈ സാധനം എന്തിനിട്ട് ഡിസോൾവ് ചെയ്യും? സലൈവനായിട്ട് ഡിസോൾവ് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ കീമോറിസെപ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ റെസെപ്റ്റീവ് നെർവ്സ്. അപ്പോൾ ഇത് റെസ്പെക്റ്റീവ് നെർവ്, അതായത് അതിനനുസൃതമായിട്ടുള്ള നെർവ് വഴി ഇത് തലച്ചോറിലെത്തും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ടേസ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി പറയുന്നത് സ്മെല്ലാണ്. അപ്പോൾ ഓൾഫാക്ടറിയാണ് സ്മെല്ലെന്ന് പറയുന്നത്. ഓൾഫാക്ടറി നെർവ്, മ്യൂക്കസ് ഗ്ലാൻഡ്, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്, നെയ്സൽ കാവിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദ എയർ ആൻഡ് എൻ്റർ ദ നോസിൽസ്. അപ്പോൾ നമ്മൾ ഒരു സ്പ്രേ ഒരു പുറത്തടിച്ചെന്ന് വെച്ചു, പുറത്ത് വെച്ചാൽ നമ്മുടെ പുറത്തല്ല, നമ്മളൊരു എയറിൽ സ്പ്രേ അടിച്ചു. ആ സമയത്ത് ഈ സ്പ്രേയിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസ് ഉണ്ടല്ലോ,
ഈ അരോമാറ്റിക് ആയിട്ടുള്ള സുഗന്ധം ഉള്ള ഒരു പാർട്ടിക്കിൾസ് അത് എയറിൽ ഡിഫ്യൂസ് ആവും. എയറിനായിട്ട് കണക്ട് ആയതിനു ശേഷം അത് നമ്മുടെ മൂക്കിലെത്തും. അങ്ങനെ ദീസ് അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് ഇൻസൈഡ് ദ നോസ്ട്രിൽ. നോസ്ട്രിലിനുള്ളിലുള്ള മ്യൂക്കസിനായിട്ട് ഇത് മിക്സ് ആവും. അതിനുശേഷമാണ് നമ്മുടെ ഓൾഫാക്ടറി നെർവ് വഴി എവിടേക്ക് പോകുന്ന മെസ്സേജസ് തലച്ചോറിലേക്ക് പോകുന്നത്. ഓക്കെ. പിന്നെ റിസപ്റ്റേഴ്സ് ഇൻ സ്കിൻ. നമ്മൾ ചൂടുള്ള വസ്തുക്കൾ, തണുപ്പുള്ള വസ്തുക്കളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചൂട് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മുടെ സ്കിന്നിൽ റിസപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. യു മൈറ്റ് ഹാവ് സീൻ വിഷ്വലി ഇംപയർഡ് പീപ്പിൾ റീഡിംഗ് ബ്രെയിലി ബൈ ടച്ചിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിംഗേഴ്സ്. ആർ ദീസ് ടച്ച് റിസപ്റ്റേഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ സ്കിൻ? ലെറ്റ് us ഡു ദിസ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് കാഴ്ചയില്ലാത്ത ആളുകൾ ബ്രെയിലി ലിപി യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് ഫിംഗർ ടിപ്പ്, ഇൻഡെക്സ് ഫിംഗറിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട്, ഇൻഡെക്സ് മാത്രമല്ല ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ തൊട്ട് നോക്കിയിട്ട് അവർക്കത് വായിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കറൻസിയൊക്കെ ഉണ്ടല്ലോ, കറൻസിയുടെ മേലേക്ക് കുറച്ച് പ്രത്യേക ടൈപ്പ് സംഭവങ്ങളുണ്ട്. അത് കണ്ണ് കാണാത്തവർക്ക് മനസ്സിലാവാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ചില വരകളും അടയാളങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഉള്ള റിസപ്റ്റേഴ്സ് ഒരേപോലെയാണോ എല്ലാ സ്ഥലത്തും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപോലെയല്ല, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. നമ്മളിപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജർ ഉണ്ടല്ലോ, സ്കിന്നിൻ്റെ എല്ലാ ഭാഗവും വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ തൊട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാർജ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ തുമ്പത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം നമ്മുടെ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ കൈയുടെ പാം എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇതേ സംഭവം തന്നെ, ഇതേ ഭാഗം തന്നെ നമ്മുടെ കൈൻ്റെ ഈ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, ഈ ഫോറാം, ആ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു തരിപ്പ് അല്ലെങ്കിൽ ഒരു കുത്തുന്ന പോലെയുള്ള ഒരു ഫീൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവാണ്, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാ സ്ഥലത്തും സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും വ്യത്യാസം ഉണ്ടായിരിക്കും ഇവിടെ. അതിൻ്റെ നമുക്ക് അവിടെയുള്ള സ്കിന്നിലുള്ള ഭാഗങ്ങളാണ് പെയിൻ റിസപ്റ്റേഴ്സ്, കോൾഡ് റിസപ്റ്റേഴ്സ്, ടച്ച് റിസപ്റ്റേഴ്സ്, പ്രഷർ റിസപ്റ്റേഴ്സ്, ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ്. അപ്പോൾ റിസപ്റ്റേഴ്സ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാലോ, നമുക്ക് ചില ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരാൾ ഒരു വലിയ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട്, ചീനച്ചട്ടി ഇരിക്കല്ല കേട്ടോ, ചീനച്ചട്ടിയിൽ അവിടെ ഇരുന്നിട്ട് അയാൾ അതിൽ വെളിച്ചെണ്ണ കുഴിച്ചിട്ട് ബോണ്ടയോ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ കൈകൊണ്ട് ഇങ്ങനെ തിളച്ച വെളിച്ചെണ്ണ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുക, കോരി ഒഴിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ല, അതിൻ്റെ പെയിൻ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിന് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടാവും. ആ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഓക്കെ. അതായത് അയാൾക്ക് തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കിക്കഴിഞ്ഞാലും അയാളുടെ കൈ പൊള്ളുകയോ അയാൾക്ക് വേദന അനുഭവപ്പെടുകയോ ചെയ്യില്ല. കാരണം ഇത് റെഗുലറായിട്ട് ചെയ്ത് അയാൾക്ക് ആ ഒരു വേദനാഗ്രാഹികൾ അതിനോട് എന്തായി മാച്ചായി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ദിലീപിൻ്റെ ഏതോ പടത്തിൽ ദിലീപിന് മോഹൻലാലും ജയറാമും കൂടിയിട്ട് കാലും കുറേ അടിയൊക്കെ കൊടുത്തിട്ടില്ലേ, എന്നിട്ട് വേദന ഫീൽ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ദിലീപ് പറയും എനിക്കൊരു ഫീലിംഗ് വരുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് ശരിക്ക് അവൻ ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കോശങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗൻസ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഓൾ ഓർഗാനിസംസ് ഹാവ് മെക്കാനിസംസ് ടു നോ ദെയർ സറൗണ്ടിങ്സ്. അപ്പോൾ ചുറ്റുപാടുകളെ അറിയാനായിട്ടുള്ള മെക്കാനിസം എല്ലാ ജീവികളിലുമുണ്ട്. ദ റിസപ്റ്റേഴ്സ് ഓഫ് സെർട്ടൻ ഓർഗാനിസം ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇലുസ്ട്രേഷൻ 2.5. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആഡ് യുവർ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. യെസ്. ഐ സ്പോട്ട് ഡിറ്റക്റ്റ് ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പ്ലനേറിയ എന്ന് പറയുന്ന ഒരു ജീവിയിലുള്ളത് ഐ സ്പോട്ടാണ്. പിന്നെ ഹൗസ് ഫ്ലൈ, നമ്മുടെ ഈച്ചയിലുള്ളത് ഒമിറ്റീരിയ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതെന്താണ്, ഫോംഡ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐസ്, ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ദ ഐ ഓഫ് എൻ ഇൻസെക്ട് കൺസിസ്റ്റ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കോൾഡ് ഒമിറ്റീരിയ. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് ഒമിറ്റീരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു, റോഡോപ്സിനും ഫോട്ടോപ്സിനും. ഓക്കെ. പിന്നെ ലാറ്ററൽ ലൈൻ, അത് ഷാർക്കിലാണ് കാണപ്പെടുന്നത്. ദർ ആർ റെസപ്റ്റേഴ്സ് ഇൻ ദ ലാറ്ററൽ ലൈൻ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ബോഡി വിച്ച് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് ബോഡി. അതായത് ഷാർക്കിൽ കാണപ്പെടുന്നതാണ്, അതിൻ്റെ ബോഡി ബാലൻസിന് കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സംഭവമാണ് ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഹൈലി സെൻസിറ്റീവ് ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ്. പിന്നെന്താണ്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഷാർക്കിലുള്ളത്. പിന്നെ ജേക്കബ്സൺസ് ഓർഗൻ. The aromatic particles that stick on the tongue of the snake reach Jacobson's organ seen on the roof of the mouth cavity. The olfactory receptors seen there get stimulated then. Okay.
അപ്പോൾ പാമ്പിലുള്ള ഒരു ഓർഗനാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, നൗ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓർഗാനിസം റെക്കഗ്നൈസ് ദ സറൗണ്ടിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ സെൻസ് ഓർഗൻസ്. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ് നമ്മളെ ചുറ്റുപാടിനെ അറിയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. ദിസ് ഹെൽപ്സ് ദം ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ആൻഡ് സർവൈവ് ഓൺ ദിസ് എർത്ത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ കറക്റ്റ് ഏകദേശം 1 മണിക്കൂർ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 1 മണിക്കൂർ ടൈമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ലെറ്റസ്, അസസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ കുറച്ച് ഫ്ലോ ചാർട്ടും കാര്യങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് കണ്ണിൻ്റെ ഫ്ലോ ചാർട്ട്, വിഷൻ്റെ ഫ്ലോ ചാർട്ട്, പിന്നെ കേൾവിയുടെ ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. Okay, that's all. Thank you for watching this video. Thank you so much. All the best for your exams.